ഭയങ്കര തണുപ്പാണ്. Oh, yeah. I am Prakash. I am a small YouTuber. Okay. Looks good. Please your name, please. Chris. Hey? Chris. Good. Wow. ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഉള്ളത് മെൽബണിലുള്ള ബെറിക് എന്ന ടൗണിലാണ്. ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 7 മണിയാണ്. ഇപ്പം -2 ഡിഗ്രിയാണ് ഇവിടുത്തെ താപനില. ഈ അന്തരീക്ഷത്തിൽ ഒരു മോർണിംഗ് വാക്ക് നടത്തുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ താപനില -ഡിഗ്രിയിൽ എത്തി നിൽക്കുന്നതിനാൽ ഇവിടെ നമുക്ക് മിസ്റ്റ് വീഴ്ച കാണാൻ സാധിക്കും. സ്നോഫോളുണ്ട്. സ്നോഫോള് നമുക്ക് ഇപ്പോൾ ഈ പുൽത്തകടിയിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നിരത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള പുൽത്തകടി മുഴുവൻ മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ വഴിയിലുടനീളം കാണാൻ സാധിക്കുന്നത്. I'm Asita. Actually, I'm originally from Sri Lanka. Sri Lanka. Yeah. Okay. We are neighbor there. We are neighbor. India and Sri Lanka very. I have gone to Thanushkodi. Okay. Thanushkodi very near to Sri Lanka. Yes. Yeah. Before we come here, we lived in New Zealand. New Zealand. Yeah. And now migrated to Australia. This is very good place, very nice place. Nice place. Yes. Okay, thank you. Very beautiful scene. I'm from India. I have not seen such beautiful scenes in our country. It's like Very beautiful. Glad to meet you. Have a good day. Okay. പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. വളരെ മനോഹരമായ സൂര്യ ഉദയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പാട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത്. ഒരു തെർമൽ ബനിയിട്ടുണ്ട്. അതിന് മുകളിൽ ജാക്കറ്റും കണ്ടിട്ടാണ് നടക്കുന്നത്. ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ തെർമൽ ബനിയനും ജാക്കറ്റും അതുപോലെ തന്നെ സോക്സും ഷൂസും എല്ലാം വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ് -1 ഡിഗ്രിയാണ്. കഠിനമായ തണുപ്പാണ്. അതിൻ്റെ വായിൽ നിന്ന് സ്നോ പോകുന്ന കാണാം. എല്ലുകളെ നുറുക്കിയെടുക്കുന്ന പോലെയുള്ള തണുപ്പാണ്. നമ്മുടെ എല്ലിലേക്ക് തണുപ്പ്
തുളഞ്ഞു കയറുന്ന പോലെ ആണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇതെല്ലാം മഞ്ഞാണ്, മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെയെല്ലാം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഒരു പ്ലേസാണ്. കൂടുതലും ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഹോംസ്, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങിയവയാണ്. ഈ സമയത്ത് തന്നെ തൊഴിലാളികളൊക്കെ ഇവിടെ ജോലി ചെയ്യാൻ ആരംഭിക്കും. അവർക്ക് -ഡിഗ്രി തണുപ്പൊന്നും പ്രശ്നമല്ല. അവർ ഈ കാലാവസ്ഥയിൽ വളർന്നു വന്നുകൊണ്ടായിരിക്കാം അവർക്ക് ഈ തണുപ്പൊന്നും അത്രയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഈ സമയത്തും വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഈ കഠിനമായ തണുപ്പിലും ഞാൻ എൻ്റെ സവാരി നിർത്തിയിട്ടില്ല. പ്രഭാത സവാരി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി ദൃശ്യം അനുഭവിക്കുന്നതിന് വേണ്ടി ഈ കടുത്ത തണുപ്പത്തും ഞാനിപ്പോൾ ഈ സ്ട്രീറ്റ് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാനുള്ളത്. ആ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് എൻ്റെ പ്രഭാത സവാരി അങ്ങനെ തുടരുകയാണ്. വളരെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മൈനസിലേക്ക് പോകുമ്പോൾ മാത്രമേ, -ഡിഗ്രിയിലേക്ക് താപനില പോകുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഇവിടെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതിൽ തന്നെ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കടുത്ത തണുപ്പ് ഓസ്ട്രേലിയയിൽ അനുഭവപ്പെടുന്നത്. ആ സമയത്താണ് -ഡിഗ്രിയിലേക്ക് താപനില താഴുന്നത്. ആദ്യം പറഞ്ഞ പോലെ ഇന്നത്തെ താപനില -2 ഡിഗ്രി വരെ താഴ്ന്നിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ മിസ്റ്റ് ഇങ്ങനെ കാണാൻ സാധിച്ചത്. ഇവിടെയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാരും അതുപോലെ തന്നെ ധാരാളം വാഹനങ്ങളും അതിനുള്ള മെഷീൻസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ വർക്ക് അതിരാവിലെ തന്നെ ആരംഭിച്ചു. തണുപ്പിനെ വകവയ്ക്കാതെ അവരുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.